ഹലോ ഗൈസ്, സൈലൻറ്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചാനലിൽ പുതിയതായിട്ടൊരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഫുട്ബോൾ റൈവൽറീസിനെ പറ്റി. ഇതാണ് ആ സെഗ്മെൻറ്റിലെ ആദ്യത്തെ വീഡിയോ. സോ ഫുട്ബോളിൽ ക്ലബ്ബുകൾ തമ്മിലുള്ള റൈവൽറി എന്ന് പറയുന്നത് 90 മിനിറ്റ് മത്സരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. 90 മിനിറ്റ് മത്സരത്തിനകത്തും അതിന് പുറത്തും കൊണ്ടു നടക്കുന്ന ഒരു വികാരമാണ് ഈ ക്ലബ്ബുകൾ തമ്മിലുള്ള റൈവൽറി എന്ന് പറയുന്നത്. സിറ്റീസ് ഡിവൈഡഡ്, ലെജൻഡ്സ് ബോൺ ആൻഡ് ഇമോഷൻസ് റണ്ണിങ് വൈൽഡ്. ഓരോ ഗോളും, ഓരോ ടാക്കിളും, ഓരോ ആർപ്പുവിളിയും, വിജയാഘോഷവും, ഹാർട്ട് ബ്രേക്കിനും എല്ലാത്തിനും ഉണ്ടാവും പറയാനായിട്ടും വാശിയുടെയും അഭിമാനത്തിൻ്റെയൊക്കെ കഥ. ഇതൊരു ഫുട്ബോൾ മാച്ചിൻ്റെ ആസ്വാദനം മാത്രമല്ല, പാഷൻ്റെയും കൾച്ചറിൻ്റെയും ഐഡൻറ്റിറ്റിയുടെയും ഇതിന് ഒബ്സെഷൻ്റെ വരെ ഒരു കംപ്ലീറ്റ് പൊല്യൂഷനാണ്. സോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഫുട്ബോൾ റൈവൽറീസ്. സോ നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിലെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒരു വേൾഡ് ഫേമസ് റൈവൽറിയെ കുറിച്ച് തന്നെയാണ്. ടർക്കി ഫുട്ബോളിലെ പ്രസ്റ്റീജിയസ് പോരാട്ടം, ദ ഇന്റർ കോണ്ടിനെൻ്റൽ ഡെർബി, ഗലാറ്റസറയ് വേഴ്സസ് ഫെനർബാച്ചെ. രണ്ട് ക്ലബ്ബുകൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ലി മാച്ച് ആയിട്ടാണ് തുടങ്ങിയതെങ്കിലും പക്ഷേ ഇപ്പോൾ ഈ രണ്ട് ക്ലബ്ബുകൾ നേർക്കുനേർ വന്നാൽ അത് പോരാട്ടമാണ്. ഇസ്താൻബുളിൽ നിന്ന് തുടങ്ങിയ രണ്ട് ക്ലബ്ബുകൾ ബോസ്ഫറസ് സ്ട്രെയ്റ്റിൻ്റെ അക്കരയും ഇക്കരയുമുള്ള രണ്ട് ലോകങ്ങളുടെ കൊളീഷനാണ് ഈ ഡെർബി മാച്ച് എന്ന് പറയുന്നത്. ഗലാറ്റസറയ് യൂറോപ്യൻ സൈഡിൻ്റെ പവർ ആൻഡ് പ്രസ്റ്റീജിൽ നിന്നും ജന്മം കൊണ്ട ഒരു ക്ലബ്ബാണെങ്കിൽ ഫെനർബാച്ചെ എന്ന് പറയുന്നത് ഏഷ്യൻ സൈഡിൻ്റെ പ്രൈഡിൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും പ്രതീകമായിരുന്നു. ഈ രണ്ട് ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരം വരുമ്പോൾ നഗരം ഇളകി മറിയും. തെരുവോരങ്ങൾ ചിലപ്പോൾ പടക്കളങ്ങളായിരുന്നു വരാം. ആൻഡ് ആർപ്പുവിളികൾക്ക് ഇടിമുഴക്കത്തിൻ്റെ പവറായിരിക്കും. ഫുട്ബോൾ മാച്ച് കഴിഞ്ഞ് വിസിൽ വിളി കേൾക്കുമ്പോൾ പോസ് ചെയ്ത് വയ്ക്കുന്ന റൈവൽറി അല്ല ഇത്. ജനറേഷൻ ബൈ ജനറേഷൻ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു റൈവൽറിയുടെ വീറും വാശി എന്ന് പറയുന്നത്. ചരിത്രവും ആവേശവും ഡിവോഷനും ഒക്കെ നിറഞ്ഞ ഈ ഗലാറ്റസറയ് വേഴ്സസ് ഫെനർബാച്ചെ റൈവൽറി ഇസ്താൻബുളിൻ്റെ ഒരു ഹാർട്ട് ബീറ്റ് തന്നെയാണ്. സോ നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ രണ്ട് ക്ലബ്ബുകളുടെയും ഒരു ഒറിജിൻ സ്റ്റോറി ചെറുതായിട്ടൊന്ന് നോക്കിപ്പോകാം. നമുക്കാദ്യം ഗലാറ്റസറയുടെ ഒറിജിൻ സ്റ്റോറി പറഞ്ഞു പോകാം, കാരണം അവരാണ് 2 വർഷത്തിന് സീനിയേഴ്സ്. 1905 ഇസ്താൻബുളിൻ്റെ യൂറോപ്യൻ സൈഡിലുള്ള ബയോഹ്ലു ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഗലാറ്റസറയ് എന്ന ക്ലബ്ബ് രൂപീകരിക്കപ്പെടുന്നത്. അലി സമി എന്നിൻ്റെ നേതൃത്വത്തിൽ ഗലാറ്റസറയ് ഹൈസ്കൂളിലെ ബഞ്ച് ഓഫ് സ്റ്റുഡൻസാണ് ഈ ഒരു ക്ലബ്ബ് ഫൗണ്ട് ചെയ്യുന്നത്. സോ ആ ഒരു സമയത്ത് അലി സമീൻ എന്ന കീ ഫൗണ്ടറിൻ്റെ വേർഡ്സിൽ തന്നെ പറയുകയാണ്, ഈ ക്ലബിൻ്റെ മോട്ടോ എന്ന് പറഞ്ഞിരുന്നത് ബ്രിട്ടീഷുകാരെ പോലെ ഫുട്ബോൾ കളിക്കുക, സ്വന്തമായിട്ടൊരു നിറമുണ്ടാവുക, സ്വന്തമായിട്ടൊരു പേരുണ്ടാവുക, അതേപോലെ ടർക്കിഷ് അല്ലാത്ത മറ്റുള്ള ടീമുകളെ തോൽപ്പിക്കുക. ഇതായിരുന്നു അവരുടെ ആ സമയത്തെ മോട്ടോ എന്ന് പറയുന്നത്. ക്ലബിൻ്റെ ആദ്യത്തെ കളേഴ്സ് എന്ന് പറയുന്നത് യെല്ലോ ആൻഡ് വൈറ്റ് ആയിരുന്നു. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ്റെ ശക്തമായ പ്രഷർ കാരണം അവർക്കത് പിന്നീട് യെല്ലോ ആൻഡ് ബ്ലാക്കിലേക്ക് മാറ്റേണ്ടി വന്നു. പിന്നീട് ഒരു ഫ്രണ്ട്ലി മാച്ചിൽ 5-0 തോറ്റപ്പോൾ അതൊരു ഭാഗ്യം കെട്ട കളറാണെന്ന് അവർ തീരുമാനിക്കുകയും 1908 അവർ റെഡ് ആൻഡ് യെല്ലോ എന്നുള്ള കളറിലേക്ക് മാറിയത് എന്നുള്ളതാണ്. ഇനി ക്ലബിൻ്റെ ആദ്യത്തെ ക്രസ്റ്റ് അല്ലെങ്കിൽ എംബ്ലം എന്ന് പറയുന്നത് ചിറക് വിരിച്ച് നിൽക്കുന്ന ഈഗിളിൻ്റെ കൊക്കിൽ ഒരു ഫുട്ബോളുമായിരുന്നു. പക്ഷെ അതിനുശേഷം 1925 ഗലാറ്റസറയ് എന്ന വാക്കിൻ്റെ 2 ഫസ്റ്റ് അറബിക് ലെറ്റേഴ്സ് വെച്ചിട്ട് പുതിയ എംബ്ലം, ഗൈസിൻ എംബ്ലം അവർ പുറത്തിറക്കുകയായിരുന്നു. അത് വെച്ച് റീപ്ലേസ് ചെയ്യുമായിരുന്നു അവർ. സോ 1905 രൂപീകരിച്ചെങ്കിലും തൊട്ടടുത്ത വർഷം തന്നെ അവർ ഇസ്താൻബുൾ ലീഗിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് ആ ലീഗിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ ടർക്കിഷ് ടീമായിരുന്നു ഗലാറ്റസറയ്. ബാക്കിയുള്ള ടീമുകളെല്ലാം നോൺ ടർക്കിഷ് ടീമുകളായിരുന്നു. ഈ ഗലാറ്റ ഹൈസ്കൂൾ എന്ന് പറയുന്നത് തുർക്കിയിലെ അന്നത്തെ എത്നിക് ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഫ്രഞ്ച് ലാംഗ്വേജ് ബേസ്ഡ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു. 1980-കളിൽ സ്ഥാപിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഗലാറ്റസറയുടെ ഫോർമേറ്റീവ് ഇയേഴ്സിലെ സപ്പോർട്ടിംഗ് ഫാൻസ് എന്ന് പറയുന്നത് കൂടുതലും ഹൈ ക്ലാസ് പീപ്പിൾ അല്ലെങ്കിൽ അരിസ്റ്റോക്രാറ്റ്സും എത്നിക് ഗ്രൂപ്പ്സിൽ മെമ്പേഴ്സും ആയിരുന്നു. ആൻഡ് ഗലാറ്റസറയുടെ പേര് വരുന്നത് അവരുടെ ഒരു ഫ്രണ്ട്ലി മാച്ചിന് ശേഷം ദീസ് ആർ ദ ജെന്റിൽമെൻ ഫ്രം ഗലാറ്റ പാലസ് എന്നൊരു കമൻട്രി പാസ് ചെയ്യപ്പെടുകയും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഗലാറ്റസറയ് എന്ന് പറയുന്ന പേരിലേക്ക് ക്ലബ്ബ് എത്തുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇനി നമ്മൾ നേരെ ഫെനർബാച്ചയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 1905 ഗലാറ്റസറയ് രൂപീകരിക്കപ്പെടുന്നതെങ്കിൽ 2 കൊല്ലത്തിന് ശേഷം 1907 ഫെനർബാച്ചെ രൂപീകരിക്കപ്പെടുന്നത്. ഇസ്താൻബുളിൻ്റെ ഏഷ്യൻ സൈഡിൽ കടുക്കോയ് ഡിസ്ട്രിക്റ്റിലാണ് ഈ ക്ലബ്ബ് ഫൗണ്ട് ചെയ്യപ്പെടുന്നത്. 3 ലോക്കൽസാണ് ഫെനർബാച്ചെ എന്ന് പറയുന്ന ക്ലബ്ബ് ഫൗണ്ട് ചെയ്തത്. അവരുടെ പേര് നോക്കുകയാണെങ്കിൽ സിയ സോങ്കുലൻ, നെസിബ് ഒക്കാനർ, ഐത്തുല്ലെ ബേ.
ഇവരുടെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ ഇച്ചിരി പ്രശ്നമുണ്ടെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി കറക്ഷനൊക്കെ ഉണ്ടായിരുന്നു വരാം. പക്ഷേ ഇതാണ് ആ 3 ലോക്കൽസിൻ്റെയും പേരുകൾ എന്ന് പറയുന്നത്. സിയ സോങ്കുലൻ തന്നെയായിരുന്നു ക്ലബിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ടും സ്ഥാനമേറ്റത്. ഈ ക്ലബിൻ്റെ പേരിനും ഡിസൈനിനും ഒക്കെ കളേഴ്സിനും എല്ലാം ഇൻസ്പയറിംഗ് ആയിട്ട് നിന്നിരുന്നത് ആ ഏരിയയിലുണ്ടായിരുന്ന ഒരു ലൈറ്റ് ഹൗസ് ഗാർഡനാണ്. ഫെനർബാച്ചെ എന്ന് പറഞ്ഞ പേര് ഡിറൈവ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്നാണ്. ഫെനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസ്, ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡൻ എന്നാണ് അർത്ഥം. സോ ലൈറ്റ് ഹൗസ് ഗാർഡൻ. ആ ലൈറ്റ് ഹൗസ് ഗാർഡനിലുണ്ടായിരുന്ന ഡാഫോഡിൽ പൂവുകളുടെ കളറാണ് അവരാദ്യം ക്ലബിന് വേണ്ടി എടുത്തത്, യെല്ലോ ആൻഡ് വൈറ്റ്. പക്ഷേ ഒരു കൊല്ലത്തിന് ശേഷം അവർ യെല്ലോ ആൻഡ് നേവിയിലേക്ക് മാറുകയായിരുന്നു. ആൻഡ് ക്ലബിൻ്റെ എംബ്ലവും 1914 ആയപ്പോൾ ചെറിയ ചേഞ്ചസ് ഒക്കെ അവർ വരുത്തി എന്നുള്ളതാണ്. സോ ഗലാറ്റസറയും ഫെനർബാച്ചെയും. ഗലാറ്റസറേ യൂറോപ്യൻ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ഫൗണ്ട് ചെയ്യപ്പെട്ട ഒരു ക്ലബ്ബാണെങ്കിൽ ഏഷ്യൻ സൈഡിൽ നിന്ന് ഫൗണ്ട് ചെയ്യപ്പെട്ട ക്ലബ്ബാണ് ഫെനർബാച്ചെ. ഗലാറ്റസറയെ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻ ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഫാൻസ് എന്ന് പറയുന്നത് അരിസ്റ്റോക്രാറ്റ്സും എത്നിക് ഗ്രൂപ്പ് മെമ്പേഴ്സുമാണ്. ഫെനർബാച്ചയുടെ ഫാൻ ബേസ് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് വർക്കിംഗ് ക്ലാസ് മെന്നായിരുന്നു. സോ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന, ഒരേ സിറ്റിയുടെ തന്നെ 2 ധ്രുവങ്ങളിൽ കൾച്ചർ വൈസും റീജിയൻ വൈസും നിൽക്കുന്ന 2 ക്ലബ്ബുകൾ ഒരു കൊളീഷൻ കോഴ്സിലേക്ക് തന്നെ അവർ വരും എന്നുള്ളത് എല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് എ മാറ്റർ ഓഫ് ടൈം ആൻഡ് വെൻ, എപ്പോഴായിരിക്കും അത് സംഭവിക്കുക എന്നുള്ളതായിരുന്നു. ഈ 2 ക്ലബ്ബുകളുടെയും ആദ്യത്തെ മീറ്റിംഗ് സംഭവിച്ചത് 1909-ലാണ്. 1909 ജനുവരിയിൽ ഫ്രണ്ട്ലി മാച്ചിൽ ഈ 2 ക്ലബ്ബുകൾ ഏറ്റുമുട്ടിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. 2-0 ഗലാറ്റസറേ ജയിച്ചു പോയി, എല്ലാവരും കൈകൊടുത്ത് പിരിഞ്ഞു, ഓൾ ഗുഡ്. പക്ഷെ അന്ന് ആർക്കും അറിയില്ലായിരുന്നു ഇനി അങ്ങോട്ട് പതിറ്റാണ്ടുകളോളം അടിപൊട്ടാൻ പോകുന്നതിൻ്റെ കണക്കും കാര്യങ്ങളും ഒന്നും ആർക്കും ആ സമയത്ത് ഒരു പിടിയുണ്ടായിട്ട് കാണില്ല. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു പോയി. 1934-ലാണ് ആദ്യത്തെ അടി പൊട്ടിയത്. 1934 ഫെബ്രുവരിയിൽ ടാക്സിം സ്റ്റേഡിയത്തിൽ നടന്ന ഒരു ഫ്രണ്ട്ലി മാച്ച്, ഫെനർബാച്ചെ വേഴ്സസ് ഗലാറ്റസറേ. പക്ഷെ ആ ഒരു മത്സരം അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഒരു ഫുട്ബോൾ മാച്ചിൻ്റെ സ്റ്റൈലിലായിരുന്നില്ല, ഒരു പോലീസ് ലാത്തിചാർജ് വൈബിലായിരുന്നു ആ മത്സരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അന്ന്. കാരണം അജാതി ഫൗളുകളും ഇടിയും ഉന്തുമായിരുന്നു ആ ഒരു മത്സരത്തിൽ. അവസാനം പ്ലെയേഴ്സിൻ്റെ കൂട്ടത്തല്ലിൽ അവസാനിച്ച മത്സരം റഫറിക്ക് അബാൻഡൻ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. ഈ 2 ക്ലബ്ബുകളുടെയും ഫ്രണ്ട്ലി നേച്ചറിൻ്റെ അവസാനവും പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന് പോരുന്ന ആ ഒരു അനിമോസിറ്റിയുടെ തുടക്കം ആ ഒരു മത്സരത്തിൽ നിന്നായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് ഇത്രയും കാലങ്ങളായിട്ട് ഈ ക്ലബ്ബുകൾ നേർക്കുനേർ വന്നപ്പോഴെല്ലാം മിക്കപ്പോഴും കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടുണ്ട്. പ്ലെയേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോച്ചുമാർ തമ്മിലുള്ള തല്ലുപിടുത്തത്തിനാണെങ്കിലും. ഏറ്റവും നല്ല എക്സാമ്പിളാണ് റീസെൻ്റ്ലി കഴിഞ്ഞ ജോസെ മൊറീനോൻ്റെയും ഓക്കൻ ബോർക്കിൻ്റെയും ഇൻസിഡൻറ്റ് എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ ഫാൻസിന് തമ്മിലുള്ള തല്ലുപിടുത്തം, ഗലാറ്റസറേ ഫാൻസിൻ്റെ ആണെങ്കിലും ഫെനർബാച്ചെ ഫാൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകുന്ന വയലൻറ്റ് അഗ്രസീവ് എക്സ്പ്രഷൻസ്, അവരുടെ പ്രകടനങ്ങളും കാര്യങ്ങളും, ഫാൻസ് തമ്മിലുള്ള അപായങ്ങളും കാര്യങ്ങളും ഒക്കെ വർദ്ധിച്ചു വന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഡേഞ്ചറസ് എക്സ്റ്റെൻറ്റ് അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന ഒരു എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നത് 2013 ഫെനർബാച്ചെ ഫാൻ ഇൻ്റർകോണ്ടിനെൻ്റൽ ഡെർബി ഡേയിൽ കത്തിക്കുത്തേറ്റ് മരിക്കുന്നു. സോ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ലെവലിൽ വരെ ഈ ഒരു റൈവൽറി കാലാകാലത്തോളം കഴിഞ്ഞപ്പോൾ വളർന്നു വന്നു എന്നുള്ളതാണ്. സോ ഈ ഒരു റൈവൽറിയിൽ ചില നോട്ടീസബിളായിട്ടുള്ള അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ചില ഇൻസിഡൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻസിഡൻസിനെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞു പോയിക്കോട്ടെ. 1959-ലാണ് ടർക്കിഷ് ലീഗ് പ്രൊഫഷണലൈസ്ഡ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. സോ അന്ന് 2 ഗ്രൂപ്പുകളിലായിട്ടാണ് 1959 മത്സരങ്ങൾ നടത്തിയത്. അതിൽ 2 ഗ്രൂപ്പുകളിൽ നിന്ന് ജയിച്ചു വന്ന ടീമുകൾ ഗലാറ്റസറേയും ഫെനർബാച്ചെയായിരുന്നു. ഈ 2 ടീമുകൾ തമ്മിൽ ഒരു 2 ലെഗ് ഫൈനൽ നടന്നപ്പോൾ അന്ന് 4-1 ടോട്ടൽ ആഗ്രിഗേറ്റിൽ വിജയിച്ച് കയറിയത് ഫെനർബാച്ചെ ആയിരുന്നു എന്ന് പറയാതെ വയ്യ. സോ ഇനി എന്തായാലും മൈൽ സ്റ്റോൺ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 95-96 സീസണിലെ കപ്പ് ഫൈനൽ ഇൻസിഡൻറ്റ്, തുർക്കിഷ് കപ്പ് ഫൈനൽ ഇൻസിഡൻറ്റ് എടുത്തു പറയേണ്ടതുണ്ട്. അത് അറിയപ്പെടുന്നത് ഗ്രെയിം സൂനസ് ഇൻസിഡൻറ്റ് എന്നാണ്. ഗ്രെയിം സൂനസ് ഫ്ലാഗ് ഇൻസിഡൻറ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത് തന്നെ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കപ്പ് ഫൈനൽ കളിക്കാനായിട്ട് ഫെനർബാച്ചയുടെ സുക്രു സറഗോഗ്ലു സ്റ്റേഡിയത്തിലേക്ക് ഗലാറ്റസറേ വരുമ്പോൾ അന്ന് ഫെനർബാച്ചെ ക്ലിയർ ഫേവറേറ്റ്സ് ആയിരുന്നു. ഗലാറ്റസറേക്ക് 99% ഒരു ചാൻസും ഇല്ലെന്നാണ് അന്ന് എല്ലാവരും കരുതിയിരുന്നത്. ആ സമയത്ത് റീസെൻറ്റ് പെർഫോമൻസ് അങ്ങനെ ആയിരുന്നിട്ടുണ്ടായിരിക്കാം. എനിവേ മത്സരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഗലാറ്റസറേയുടെ കോച്ചായ ഗ്രെയിം സൂനസ് നല്ല രീതിയിൽ അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഫെനർബാച്ചയുടെ മാനേജേഴ്സിൻ്റെ അടുത്ത് നിന്ന് തന്നെ
ഒരു പർട്ടിക്കുലർ മാനേജറിൻ്റെ അടുത്ത് തന്നെ നല്ല രീതിയിൽ കമൻസും കാര്യങ്ങളൊക്കെ മത്സരത്തിന് മുമ്പേ തന്നെ ആ സമയത്ത് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടതാണ്. സോ ആ ഒരു നാണക്കേടൊക്കെ കൊണ്ടാണ് കോച്ച് ഗലാറ്റസറേനെയും കൊണ്ട് വന്നത്. പക്ഷെ അന്ന് ഒരു പെനാൽറ്റി ഗോളിൻ്റെ ബലത്തിൽ ഗലാറ്റസറേ അത്ഭുതകരമായിട്ട് ഫെനർബാച്ചേനെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. തനിക്ക് കിട്ടിയ അവഹേളനങ്ങൾക്ക് ആ ഒരു വിജയം കൊണ്ട് മാത്രം മതിയാവില്ല എന്ന് തോന്നിയ കോച്ചായ ഗ്രീം സൂനസ് ഒരു ജയൻറ്റ് ഗലാറ്റസറേ ഫ്ലാഗ് എടുത്തുകൊണ്ട് നേരെ സ്റ്റേഡിയത്തിൻ്റെ ഒത്ത നടുക്കിലേക്ക് എത്തിയിട്ട് ആ പൊടി അവിടെ കുത്തിവെച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും അത് എടുത്തു പറയുന്നൊരു മൈൽ സ്റ്റോൺ ഇൻസിഡൻറ്റ് തന്നെയാണ് ഈ ഒരു ഇൻ്റർകോണ്ടിനെൻ്റൽ ഡെർബിയുടെ കാര്യത്തിൽ ഗ്രീം സൂനസ് ഫ്ലാഗ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. സോ ഇനി അടുത്തൊരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ദ വാട്ടർ ഡെർബി എന്നുള്ള ചെല്ലപ്പേരാണ്. സോ 2006-2007 സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ സീസണിൻ്റെ അവസാനമൊക്കെ ആവാറായപ്പോഴേക്കും സെക്കൻഡ് ലെഗ് മത്സരത്തിന് വേണ്ടിയിട്ട് ലീഗിലെ സെക്കൻഡ് ലെഗ് മത്സരത്തിന് ഫെനർബാച്ചെ ഗലാറ്റസറേയുടെ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയാണ്. സോ ഓൾറെഡി അവിടെ ഫെനർബാച്ചെ ഈ മത്സരത്തിന് മുമ്പ് തന്നെ ലീഗ് വിജയികളായിട്ടുണ്ടായിരുന്നു. സോ മത്സരത്തേക്ക് വന്നപ്പോൾ ഗലാറ്റസറേ ഫാൻസിന് ഒട്ടും സഹിച്ചില്ല. ഫെനർബാച്ചെ ഓൾറെഡി വിജയികളായിട്ട് തങ്ങളുടെ സ്റ്റേഡിയത്തിൽ കളിക്കാൻ വന്നപ്പോൾ അവർക്ക് ഒട്ടും അവരുടെ അമർഷം പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. അവർ കൈ കിട്ടിയതൊക്കെ എടുത്ത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. വാട്ടർ ബോട്ടിലും സീറ്റും വേറെ കുറേ ഒബ്ജക്ട്സ് ഒക്കെ എടുത്ത് സ്റ്റേഡിയത്തിലേക്ക് നടുക്കളത്തിലേക്ക് അവരെടുത്ത് എറിയുകയുണ്ടായിരുന്നു. സോ ആ ഒരു ഇൻസിഡൻറ്റിനെയാണ് വാട്ടർ ഡെർബി എന്നുള്ള പേരിൽ പിന്നീട് അറിയപ്പെട്ടത് എന്നുള്ളതാണ്. ഈ കൂട്ടത്തിലെല്ലാം ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടി വയലൻ്റ് നേച്ചറായി എടുത്തു പറയേണ്ട ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് കടുക്കോയ് മെമ്മറി ഇൻസിഡൻ്റാണ്. 2011-12 ടർക്കിഷ് സൂപ്പർ ലീഗിൻ്റെ അവസാനം മെയ്യിൽ ഫെനർബാച്ചയുടെ സുക്രു സനഗോഗുലു സ്റ്റേഡിയത്തിൽ ടൈറ്റിൽ ഡിസൈഡിങ് മാച്ച് കളിക്കാനായിട്ട് ഗലാറ്റസറേ എത്തുന്നു. മത്സരം ഒരു ഗോൾലെസ് ഡ്രോയിൽ അവസാനിച്ചു. പക്ഷെ അത് മതിയായിരുന്നു ഗലാറ്റസറായിക്ക് അവരുടെ ടൈറ്റിൽ ഉറപ്പിക്കാനായിട്ട്. ഫെനർബാച്ചെ ഫാൻസിന് സഹിച്ചില്ല. അവരുടെ എല്ലാ കൺട്രോളും പോയി. അവർ സെക്യൂരിറ്റി ഫോഴ്സസുമായിട്ട് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ആ ഫൈറ്റ് സ്റ്റേഡിയത്തിന് പുറത്തേക്ക് കടുക്കോയ് ഡിസ്ട്രിക്റ്റിലേക്കും വ്യാപിച്ചു. രണ്ട് ടീമിൻ്റെ ഫാൻസുകൾ തമ്മിൽ ഏറ്റുമുട്ടി. കടുക്കോയ് ഡിസ്ട്രിക്റ്റിൽ നല്ല തീപിടുത്തവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. ഒരുപാട് മണിക്കൂർ കാര്യങ്ങൾ വളരെ വഷളായിരുന്നു. അതിനൊക്കെ ശേഷം തുർക്കി ഫെഡറേഷൻ തീരുമാനിച്ചു, ഓക്കെ, പ്ലാൻ ചെയ്ത സെറമണിയൊന്നും വേണ്ട, സ്റ്റേഡിയത്തിനകത്ത് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഗലാറ്റസറേ ടീമിന് ട്രോഫി കൈമാറാം എന്നുള്ളത്. പക്ഷേ ഗലാറ്റസറേ ടീം അതിന് റെഡി ആയിരുന്നില്ല. തങ്ങൾക്ക് കിട്ടേണ്ട ബഹുമതി കിട്ടിയേ തീരുള്ളൂ എന്ന് അവർ വാശി പിടിച്ചു. അവസാനം കുറേ മണിക്കൂറുകൾക്ക് ശേഷം, കളി കഴിഞ്ഞ് ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം സ്റ്റേഡിയം മൈതാനത്ത് വെച്ച് തന്നെ ഗലാറ്റസറേക്ക് ടർക്കിഷ് ലീഗ് കിരീടം കൈമാറി എന്നുള്ളതാണ്. അതിനുശേഷം ഗലാറ്റസറേ പ്ലേയേഴ്സ് ഫെനർബാച്ചയുടെ ഡ്രസ്സിംഗ് റൂമിൽ കയറിയിട്ട് ചുമരിൽ ഇങ്ങനെ എഴുതി വെച്ചു, കടുക്കോയ് മെമ്മറി എന്ന് ടർക്കിഷ് ലാംഗ്വേജിൽ എഴുതി വെച്ചു. ഞങ്ങൾ നിങ്ങളുടെ സ്റ്റേഡിയത്തിൽ വന്ന് കിരീടം തൂക്കി എന്നുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടാവണം എന്നുള്ള രീതിയിലായിരുന്നു അവരന്നത് അവിടെ എഴുതി വെച്ചത് എന്നുള്ളതാണ്. സോ വൺ ഓഫ് ദി വയലൻറ്റ് അല്ലെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ ഇൻസിഡൻറ്റ് എന്ന് ഈ ഒരു റൈവലറിയിൽ പറയാവുന്ന ഒരു ഇൻസിഡൻറ്റ് തന്നെയായിരുന്നു ഈ കടുക്കോയ് മെമ്മറി ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. സോ അതിനുശേഷം 2024 ടർക്കിഷ് സൂപ്പർ കപ്പിൽ ഫെനർബാച്ചെ പ്ലേയേഴ്സ് നടത്തിയ വാക്കൗട്ടിനെ പറ്റിയും എടുത്തു പറയേണ്ടതാണ്. ലീഗിന് അവർ അണ്ടർ 19 ടീമിനെയാണ് സൂപ്പർ കപ്പ് ഫൈനലിൽ ഇറക്കിയത് ഗലാറ്റസറായ്ക്ക് എതിരെ എന്നുള്ളതാണ്. സോ ഒരു മത്സരം തുടങ്ങിയ ആദ്യത്തെ മിനിറ്റിൽ തന്നെ മാരിയോ ഇക്കാർഡി ഗലാറ്റസറായ്ക്ക് വേണ്ടി ഗോൾ നേടി. തൊട്ടടുത്ത നിമിഷം തന്നെ ഫെനർബാച്ചെ പ്ലേയേഴ്സ് എല്ലാവരും വാക്കൗട്ട് നടത്തി എന്നുള്ളതാണ്. ലീഗിലെ അധികൃതർ തങ്ങളോട് കാണിക്കുന്ന അനീതിക്കെതിരെയുള്ള പോരാട്ടം എന്നൊക്കെയാണ് അവരന്ന് പറഞ്ഞത്. പക്ഷെ അവർക്ക് അതിനുശേഷം തക്കതായ ഫൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുകയുണ്ടായിരുന്നു. അതും എടുത്തു പറയേണ്ട ഒരു ഇൻസിഡൻറ്റ് തന്നെയാണ് ഈ ഒരു റൈവൽറിയിൽ എന്നുള്ളതാണ്. ഇനി രണ്ട് ടീമുകൾ ഏറ്റുമുട്ടിയപ്പോഴുള്ള സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫെനർബാച്ചെ 149 വട്ടം ജയിച്ചിട്ടുണ്ട്. അവർക്കാണ് ആ കാര്യത്തിൽ ലീഡിംഗ് ഉള്ളത്. പക്ഷേ ട്രോഫീസിൻ്റെ കണക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നിലവിലുള്ള ട്രോഫീസിൻ്റെ കണക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 25 വട്ടം ഗലാറ്റസറേ ലീഗ് തൂക്കിയിട്ടുണ്ടെങ്കിൽ വെറും 19 വട്ടമാണ് ഫെനർബാച്ചെ ലീഗ് തൂക്കിയിരിക്കുന്നത്. 19 വട്ടം ടർക്കിഷ് കപ്പ് ഗലാറ്റസറേ തൂക്കിയിട്ടുണ്ടെങ്കിൽ 7 വട്ടം മാത്രമാണ് ടർക്കിഷ് കപ്പ് തൂക്കാനായിട്ട് ഫെനർബാച്ചെക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി സൂപ്പർ കപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 17 വട്ടം ഗലാറ്റസറേ കപ്പ് തൂക്കിയിട്ടുണ്ടെങ്കിൽ വെറും 9 വട്ടം മാത്രമാണ് ഫെനർബാച്ചെ കപ്പ് തൂക്കിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനി യൂറോപ്യൻ ട്രോഫീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫെനർബാച്ചെനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവർക്ക് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഗലാറ്റസറേ ആണെങ്കിൽ 2000 യൂഫ കപ്പും സൂപ്പർ കപ്പും നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്.
ഇനി രണ്ട് ടീമുകളിലെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്തപ്പോൾ ബിഗ്ഗസ്റ്റ് വിക്ടറി മാർജിൻസ് നോക്കിക്കഴിഞ്ഞാൽ ഗലാറ്റസറെ ഫെനർബാച്ചെനെ 7-0 തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് 1911 എന്നുള്ളതാണ്. ഇനി ഫെനർബാച്ചെൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ വിജയം ബിഗ്ഗസ്റ്റ് വിക്ടറി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മോഡേൺ ഏജിലാണ്. 2002 6-0 അവർ ഗലാറ്റസറായിനെ തോൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയും വീറും വാശിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു സമയം ഈ രണ്ട് ക്ലബ്ബുകളും ഒന്നാവാൻ ഇരുന്നിരുന്നതാണ് എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? 1912 ഈ രണ്ട് ക്ലബ്ബുകളും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തുകയുണ്ടായിരുന്നു. ക്ലബിൻ്റെ പ്രസിഡൻസ് തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തുകയുണ്ടായിരുന്നു. അവരുടെ അജണ്ട എന്ന് പറഞ്ഞിരുന്ന ആ സമയത്ത് ഈ രണ്ട് ക്ലബ്ബുകളെയും, രണ്ട് ടർക്കിഷ് ക്ലബ്ബുകളെയും ഒന്നാക്കി ഒരു സൂപ്പർ ടർക്കിഷ് ക്ലബ്ബാക്കി എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം നോൺ ടർക്കിഷ് ക്ലബ്ബുകളെ, ടർക്കിഷ് അല്ലാത്തുള്ള ക്ലബ്ബുകളെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ക്ലബിനെ അവർ കണ്ടുവച്ചിരുന്ന പേര് തുർക്കുലൂബു എന്നായിരുന്നു, ദ ടർക്കിഷ് ടീം. അതായിരുന്നു അതിൻ്റെ തർജ്ജമ എന്ന് പറയുന്നത്. സോ ഒരു ഫുൾ വൈറ്റ് കിറ്റ് വിത്ത് റെഡ് സ്റ്റാർ ഇൻ ദ സെൻറ്റർ, ഇതൊക്കെയായിരുന്നു അവരുടെ ആശയം. ആൻഡ് അതേപോലെ ഒരു മ്യൂസിയം ഒക്കെ കെട്ടിപ്പൊക്കാനൊക്കെ അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 1913 ബൾക്കൻ വാർസ് സ്റ്റാർട്ട് ചെയ്തതോടുകൂടി അവരുടെ ഈ പ്ലാൻസ് ഒന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ്. സോ എനിവേ, ഈ ഒരു ഇൻ്റർകോണ്ടിനെൻ്റൽ ഡെർബിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ രണ്ട് ഗലാറ്റസറായുടെയും ഫെനർബാച്ചയുടെയും റൈവലറിയെ പറ്റിയുള്ള എൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ രേഖപ്പെടുത്താം. അതേപോലെ ഈ ക്ലബ്ബുകളിൽ കളിച്ച ലെജൻഡറി പ്ലേയേഴ്സ്, നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേയേഴ്സ് ആരാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്താവുന്നതാണ്. ആൻഡ് അതേപോലെ ഏതൊരു സെഗ്മെൻറ്റ് തുടങ്ങിയാലും അത് മെച്ചപ്പെടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് നമുക്ക് ഒട്ടും പറ്റത്തില്ല. സോ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ആ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലൊക്കെ ഒന്ന് ഓണാക്കി വെച്ചേക്കുക. നമ്മുടെ വീഡിയോസ് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് റീച്ച് ആകുമെന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്ത് നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ, അത് ഈ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ച് ഞങ്ങൾ ഇതിൻ്റെ പുതിയ സെഗ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഒരു മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളിലൂടെ എന്നുള്ളതാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ദിസ് ഈസ് അലക്സ് ആൻഡ്രു സൈനിങ് ഓഫ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.